അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പൈലറ്റുമാരുടെ സംഘടന കോടതിയിലേക്ക്. അന്വേഷണ സംഘത്തിൽ സംഘടനയിലെ വിദഗ്ധ പൈലറ്റുമാരെ ഉൾപ്പെടുത്തണമെന്നാണ് പൈലറ്റുമാരുടെ സംഘടനയുടെ ആവശ്യം. അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ പ്രാഥമിക റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. DGC ഉദ്യോഗസ്ഥരുമായി എയർലൈൻ പൈലറ്റ് അസോസിയേഷൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സംഘടനയുടെ ആശങ്ക അറിയിക്കുകയും ചെയ്തു. പൈലറ്റുമാരെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ ബാലിശമാണെന്നും ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയതിനു പിന്നിൽ യന്ത്രത്തകരാർ സംഭവിച്ചോ എന്നത് വിശദമായ അന്വേഷണത്തിൽ പരിശോധിക്കണമെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ മുൻ തലവൻ ആവശ്യപ്പെട്ടു. എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹത്തെ നിയന്ത്രിക്കുന്ന 2 സ്വിച്ചുകളും കട്ട് ഓഫ് പൊസിഷനിലായതിനു പിന്നിൽ പൈലറ്റുമാരാണെന്ന ധ്വനിയാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്. കോക്ക്പിറ്റ് റെക്കോർഡറിലെ പൈലറ്റുമാരുടെ സംഭാഷണം മുഴുവൻ പുറത്തുവിടാതെ സംശയം ജനിപ്പിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് റിപ്പോർട്ടിൽ പങ്കുവച്ചിരുന്നത്. പൈലറ്റുമാരിലേക്ക് മാത്രം ചർച്ച കേന്ദ്രീകരിക്കുന്നതിൽ കടുത്ത അതൃപ്തി ഉയരുന്നുണ്ട്. പൈലറ്റുമാരുടെ സംഘടനയും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ പോരായ്മയിലേക്ക് അന്വേഷണം നടത്തുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ മുൻ തലവനും വിരൽ ചൂണ്ടി. ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫായതിനു പിന്നിൽ യന്ത്രത്തകരാറോ ഇലക്ട്രിക് പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നതും അന്വേഷണ പരിധിയിൽ വരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രാഥമിക റിപ്പോർട്ടിനെ പ്രതിപക്ഷവും സംശയത്തോടെയാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ ചേർന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗത്തിൽ അന്വേഷണ സമിതിയുടെ ഘടനയിലടക്കം അതൃപ്തി അറിയിച്ച വ്യോമയാന മന്ത്രാലയത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. അഹമ്മദാബാദ് ദുരന്തവും അതിനു പിന്നിലെ നടന്ന സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ സുരക്ഷാ കാര്യങ്ങളിൽ എയർ ഇന്ത്യ, ബോയിംഗ് കമ്പനികളെയും APSC കുറ്റപ്പെടുത്തുകയും റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. വിമാന കമ്പനികളുടെ സുരക്ഷാ വീഴ്ചയിലേക്ക് അന്വേഷണം നീണ്ടാൽ വ്യോമയാന മന്ത്രാലയത്തിനും ക്ഷീണമാകും. അത് പ്രതിരോധിക്കാനുള്ള നീക്കമാണെന്ന ആക്ഷേപവും ശക്തമാകുകയാണ്.